സജീവൻ, ഇവിടെ ഈ പറയുന്ന പോളിംഗ് ശതമാനത്തിൽ ഇപ്പോൾ CPR റാഷിദൊക്കെ കണക്കിലെടുക്കുന്ന പോളിംഗ് ശതമാനമാണ്. പക്ഷേ പോളിംഗ് ശതമാനത്തിലെ വർധന നമ്മൾ ഈ വോട്ട് കണക്കുകളുടെ ഫൈനൽ ലിസ്റ്റിലേക്ക് വരുമ്പോൾ മാരകമായ ഒരു വോട്ട് വർധന ഉണ്ടായെന്ന് പറയാൻ ഇപ്പോഴും കഴിയില്ല. പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന വർധന ഉറപ്പായും SIR ഇമ്പാക്ട് ഉണ്ടെന്ന് പറയുകയും ചെയ്യാം. പക്ഷേ SIR ഇമ്പാക്ട് ഉണ്ടായെന്ന് പറയുമ്പോഴും നേരത്തെ സെൻസികുമാർ പറഞ്ഞതുപോലെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ വലിയ നിര ഉണ്ടായി എന്ന് പറഞ്ഞാൽ 9 മണിയായപ്പോഴേക്കും 16% ഉണ്ടായി. 1 മണിയായപ്പോഴേക്കും 49% എത്തി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യൽ കണക്ക് പ്രകാരം 49%, 50%. 1 മണിയായപ്പോൾ അപ്പോഴാണ് രത്നങ്ങളൊക്കെ പറഞ്ഞത് ഇത് എബോ 90% പോക്കാണെന്നുള്ള കാര്യം. അപ്പോൾ രാവിലെ എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് വോട്ട് രേഖപ്പെടുത്തി. 2 തീരുമാനങ്ങളാവും. ഒന്ന്, നേരത്തെ PK ഗോപൻ പറഞ്ഞ ഒരു സൽഭരണത്തിന് വേണ്ടി തുടരണം എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായിക്ക് വേണ്ടി ഒരു വോട്ട്, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള എക്സൈറ്റ്മെന്റ് വോട്ട്. രണ്ടിലേത് പോസിബിലിറ്റി ആണ് അങ്ങ് കൂടുതൽ കാണുന്നത് ശ്രീ സജീവൻ? ആഷ്മി ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വാശിയേറിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് ഈ തവണ ഉണ്ടായിട്ടുള്ളത്. കാരണം അത് 2 മുന്നണികൾ മാത്രമല്ല, 3 മുന്നണികളും പരമാവധി അവർക്ക് ഇറക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഇറക്കിയിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രീതിയിലും പ്രചരണം മാത്രമല്ല മറ്റുള്ളവരെ അധിക്ഷേപിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പ്രവർത്തകരെ പരമാവധി ഇളക്കി വിട്ടു എന്നുള്ള കാര്യം അതിൽ സംശയമില്ല. പിന്നീട് SIRൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഈ വോട്ട് നേരത്തെയൊക്കെ ഉണ്ടാവുന്ന 10-20 കൊല്ലം മുമ്പ് മരിച്ച ആളുകൾ പോലും രാവിലെ വന്ന് വോട്ട് ചെയ്യുന്ന കണക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഇരട്ട വോട്ടുകൾ ധാരാളം അതൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് SIR വന്നതോട് കൂടിയിട്ട് ഈ പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്ന ഒരു നല്ല ശതമാനം അതാണ്. താങ്കൾ പറഞ്ഞ പോലെ ശരിയാണ്, ഇത്തവണ ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഒരാവേശം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒന്നാണെന്ന് നമുക്കിപ്പോൾ വിധി എഴുതാൻ പറ്റില്ല. കാരണം ഞാൻ മലബാർ പ്രദേശത്ത് പാലക്കാട് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരുവിധ മണ്ഡലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പോളിംഗ് ഡേക്ക് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് പോയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് ജനങ്ങളുടെ മനസ്സ് അവർ പുറത്ത് പറയുന്നില്ല. അപ്പം ഇവിടെ സംസാരിച്ച റാഷിദ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ കണക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം അദ്ദേഹം പറഞ്ഞ എൻ്റെ നിഗമനം ഇതാണ്. അത് അദ്ദേഹത്തിൻ്റെ നിഗമനത്തെ നമുക്ക് സമ്മതിക്കാം. ഇവിടെ ജിൻഡോ പറഞ്ഞപ്പോഴും ഗോപൻ പറഞ്ഞപ്പോഴും പത്മകുമാർ പറഞ്ഞപ്പോഴും അവരുടെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ശ്രീകുമാർ സംസാരിച്ചപ്പോൾ ശ്രീകുമാർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം സംസാരിക്കുമായിരുന്ന, അല്ലെങ്കിൽ അത് റിസൾട്ട് വന്ന ഇങ്ങനെയാണെങ്കിൽ സംസാരിക്കുമായിരുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ആ രീതിയിലൊരു പൾസ് എനിക്ക് ഈ മണ്ഡലങ്ങളിലൊന്നും പോകുമ്പോൾ കാണാൻ പറ്റില്ല. ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് പൂർണ്ണമായിട്ട് ഈ രാഹുൽ ഗാന്ധി ഈ നേരത്തെ ഇവിടെ വന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള 5 പദ്ധതികളുണ്ടല്ലോ, അതാണ് ജനം മുഴുവൻ അങ്ങ് ഏറ്റെടുത്തത് എന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞാണെങ്കിൽ 140 മണ്ഡലങ്ങളിലും UDF ജയിക്കണം. അദ്ദേഹം പറഞ്ഞ രീതി അനുസരിച്ച് തോൽക്കുന്ന ഒരു മണ്ഡലവും ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനങ്ങൾ അങ്ങനെയാണല്ലോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനവും അതേസമയത്ത് അതിന് മുമ്പേ തന്നെ LDF നടത്തിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും അത് നടപ്പാക്കിയുള്ള ചില കാര്യങ്ങളും ഇതൊക്കെ ഒരു തരത്തിലുള്ള ഗിമ്മിക്കാണ്. അത് നേരത്തെ തമിഴ്നാട്ടിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക തുടങ്ങിയ സ്ഥലത്തൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഈ വാഗ്ദാന പെരുമഴയുണ്ടല്ലോ. ഈ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് ഇത്ര രൂപ കൊടുക്കുന്നു, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ഇത്ര കൊടുക്കുന്നു, ബസ്സിൽ സൗജന്യം, ഇതൊന്നുമല്ല ജനത്തിന് വേണ്ട. അവർ ഒന്നാമത്തെ കാര്യം പ്രകടന പത്രികയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ LDF നടപ്പാക്കിയുള്ള പദ്ധതി അവരുണ്ട്, ഇത്ര ശതമാനം അവർ സ്വയം മാർക്കറ്റുള്ള കാര്യങ്ങൾ, ഇതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ പോയിട്ട് ഞാൻ പല ആളുകളോടും ചോദിച്ചു. LDFൻ്റെ മാർക്കറ്റ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഈ 5 പ്രഖ്യാപനങ്ങൾ, ഇതൊന്നും ജനത്തിൻ്റെ മനസ്സിലാകും. അവരുടെ മനസ്സിൽ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ അതാണ് അതിനെ കണക്കാക്കുന്ന അവർ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു, LDF പ്രഖ്യാപിച്ചു, അതിനനുസരിച്ച് വോട്ട് ചെയ്തേക്കാം എന്നൊക്കെ പറയും. LDFന് ഗോവൻ ഉൾപ്പെടെയുള്ള ആൾക്ക് പറയാം. അതേപോലെ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്ക് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ 5 വാഗ്ദാനങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്രയോ സർക്കാരുകൾ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അവരുടെ പ്രകടന പത്രികകളൊക്കെ അനുഭവിച്ച ആളുകളാണല്ലോ. അവർക്കറിയാമല്ലോ കുറേ കഴിഞ്ഞത് എവിടെ പോകുന്നുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ചില പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട്. അതേ സമയത്ത് അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അതിനേക്കാൾ തീവ്രമായിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ അവർക്ക് ഈ BJP പേടിയുണ്ട്.
ആ BJP-യുടെ, കാരണം ഈ വിദേശ നാണ്യങ്ങൾ വിദേശത്ത് നിന്നുള്ള എന്താണ് ഫണ്ട്, ആ ഫണ്ടിൻ്റെ വരവിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അവർ തിരിഞ്ഞു നിന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പൂഞ്ഞാറിലെ 2 പ്രമുഖന്മാരുണ്ടല്ലോ, നമ്മുടെ ജോർജും മകനും ഷോണും. ഇന്ന് നടത്തിയുള്ള അവരുടെ പ്രതികരണം. അതിൽ തന്നെ വ്യക്തമാണ് ഈ മെത്രാന്മാർ അല്ലെങ്കിൽ കത്തോലിക്ക സഭ മാത്രമല്ല മറ്റ് സഭക്കാർക്കും വലിയ പേടിയില്ല. അവർ ഇത്തരത്തിൽ ഒരിക്കൽ പോലും BJP-ക്ക് അനുകൂലമായിട്ട് പോയിട്ടില്ല. മാത്രമല്ല PC ജോർജ് പറയുന്നത് ശരിയാണെങ്കിൽ അത് UDF-ന് അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. LDF-ന് 21-ൽ കിട്ടിയുള്ള നേട്ടം എന്ന് പറയുന്നത് അവർക്ക് മുസ്ലിം വോട്ടുകൾ, അവർ ചില പദ്ധതികളിലൂടെയൊക്കെ പിന്നെ ഈ വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരം കുറേ കാര്യങ്ങളിൽ സർക്കാരിന് അനുകൂലമായിട്ട് പരസ്യമായ നിലപാടെടുത്താണ്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ നേരിട്ട് വന്ന് ഉമർ ഫൈസിയെ പോലുള്ള ആളുകൾ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ ഒരു വിരോധമില്ലാന്ന് അക്കാലം 21-ലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന കുറച്ച് മുമ്പ് മാത്രം. ഇത്തവണ അത്തരം ഉണ്ടായിട്ട് കുറേ, പക്ഷേ ഇപ്പോഴും EK വിഭാഗത്തിൽ കുറേ ആളുകൾ LDF-ന് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വോട്ടുകൾ ഒറ്റയടിക്ക് LDF-ലേക്കോ UDF-ലേക്കോ പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാവില്ല. കാരണം അവർ നോക്കുന്നത് പാർട്ടി പറഞ്ഞിട്ടോ സമുദായ സംഘടനകൾ പറഞ്ഞിട്ടോ അല്ലാതെ തന്നെ BJP പേടി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ. അതുകൊണ്ട് അവർ നേരത്തെ ഈ മഞ്ചേശ്വരത്തൊക്കെ ചെയ്യുന്ന പോലെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും കോൺഗ്രസിന് കിട്ടുന്നു. അത് മറ്റൊരു ഘടകമാണ്. ഇപ്പോൾ BJP പേടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ അത് റിവേഴ്സ് സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബ്ലോക്കായി പോകലാണ്. അതുണ്ടാവുമെന്ന് കാത്തിരുന്നാണ്. ഞങ്ങളിലേക്ക് എത്താം സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.